നമസ്കാരം. വേടനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ താരം. റാപ്പർ വേടന് ഇന്ന് കേരള സർക്കാർ ഔദ്യോഗികമായി സ്വീകരണം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയാം. ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വേടൻ പാടും. വേടൻ സത്യത്തിൽ ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ ആഘോഷത്തിലാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയുടെ ആഹ്ലാദത്തിലാണ്. കാരണം അദ്ദേഹത്തിനെതിരായി ഈ കഴിഞ്ഞ ആഴ്ച വാർത്തകളിൽ നിറഞ്ഞത് അദ്ദേഹത്തിനെതിരായ കേസും അറസ്റ്റും ജാമ്യവും ഒക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു വന്നു. അതുകൊണ്ട് ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന സ്വീകരണം പോലെ വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. പക്ഷേ ഒരു കുറ്റവാളി ഭരണകൂടത്തിന്, ആരാണോ കേസെടുത്തത്, ആരാണോ അറസ്റ്റ് ചെയ്തത്, ആ ഭരണകൂടത്തിനെതിരായി നൽകുന്ന വലിയൊരു തിരിച്ചടിയായിട്ടും ഈ ആഘോഷത്തെ, സ്വീകരണത്തെ കാണാം. റാപ്പർ വേടൻ ആരാണ്? വേടൻ തൃശ്ശൂരിലെ ഒരു ചേരി പ്രദേശത്ത് പിറന്ന ഒരു പയ്യനാണ്, ഒരു സാധാരണ മനുഷ്യൻ. തൃശ്ശൂരിലെ സ്വപ്നഭൂമി എന്നൊരു കോളനിയുണ്ട്, ചേരി പ്രദേശമാണ്, അവിടെയാണ് അവൻ വളർന്നത്. അവൻ്റെ കുട്ടിക്കാലത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. കാരണം ഒരു ചേരിയിൽ ജനിച്ച ഒരാൾ, ചേറിൽ നിന്നും വളർന്നു പൊങ്ങിയ ചെന്താമര എന്ന് പറയുന്നത് പോലെ ഈ ചേരിയിൽ നിന്ന് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഒരു ഗായകനാണ്. റാപ്പാണ് അദ്ദേഹത്തിൻ്റെ പാട്ട്. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തെ പരിപാടിക്ക് 5 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന ഒരു താരമായി, വലിയ മൂല്യമുള്ള ഒരു സെലിബ്രിറ്റിയായി റാപ്പർ വേടൻ മാറിയിരിക്കുന്നു എന്നത് സത്യമാണ്. എന്താണ് റാപ്പർ വേടന് സംഭവിച്ചത്? റാപ്പർ വേടനെക്കുറിച്ച് പറയേണ്ട ആദ്യത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ റാപ്പിൻ്റെ പേര് തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ്. ചേരി പ്രദേശത്ത് നിന്ന് വളർന്നു വന്ന അറിയപ്പെടാത്ത കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് വോയിസ് ഓഫ് വോയിസ്ലെസ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ, റാപ്പിൻ്റെ മേൽവിലാസം തന്നെ അതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ചേരിയിൽ നിന്ന് വന്ന ഒരാൾ വലിയ താരമൂല്യമുള്ള ഒരു നിലവാരത്തിലേക്ക് വളർന്നു എന്നത് ആഹ്ലാദകരമായ ഒരു ജനാധിപത്യ അനുഭവമാണ്. അക്കാര്യത്തിൽ വേടനെ അഭിനന്ദിക്കാതെ വയ്യ. അങ്ങനെ വളർത്തിയ ഒരു സഹൃദയ കേരളത്തെ നമുക്ക് തിരിച്ചറിയാതെ വയ്യ. 2, എന്തായിരുന്നു വേടൻ്റെ പേരുള്ള കേസ്? ഏപ്രിൽ 28-ാം തീയതി വേടന് നമ്മുടെ തൃപ്പൂണിത്തുറക്കടുത്ത് ഏരൂർ കണിയാമ്പുഴയിൽ അദ്ദേഹത്തിനൊരു ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിൽ ആരൊക്കെയോ ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് പോലീസ് അവിടെ റെയ്ഡ് ചെയ്തു 10 പേരെ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു സംഗീതപ്രിയരുടെ ഒരു ചടങ്ങിൽ, ഒരു സഭയിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും കുറ്റകരമായി പോലീസ് കണ്ടെത്തിയത് കഞ്ചാവ് കഴിച്ചിരുന്നു ഇവരൊക്കെ. കഞ്ചാവ് പക്ഷേ അവസാനമായി അവർക്ക് തെളിവായിട്ട് കിട്ടിയത് 6 ഗ്രാം കഞ്ചാവാണ്. 6 ഗ്രാം കഞ്ചാവിനോടൊപ്പം കഞ്ചാവ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഞ്ചാവ് അടിച്ചിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. 10 പേരെ, വേടനെയും 9 സുഹൃത്തുക്കളെയും പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. 6 ഗ്രാം കഞ്ചാവ് എന്നത് സൂക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കി വിടാവുന്ന കേസായതുകൊണ്ട് അവരെ ആ കേസിൽ നിന്ന് ഇറക്കി വിട്ടു. ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടു. പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ല. ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ശ്രദ്ധിച്ചത് വേടൻ്റെ കഴുത്തിലൊരു മാലയുണ്ട്. ആ മാലയിൽ ഒരു പുലിപ്പല്ല്, മാലയിലുണ്ടായിരുന്ന ലോക്കറ്റ് പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനം പുലിപ്പല്ലാണ് എന്ന് തോന്നിച്ചു. പുലിപ്പല്ലാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഉടനെ ഇത് എവിടെ നിന്ന് കിട്ടി എന്നായി ചോദ്യം. എനിക്കൊരു ആരാധകൻ തന്നതാണ് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഇവൻ്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഉടനെ സ്റ്റേഷന്, അപ്പോൾ പുലിപ്പല്ല് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ്. പുലി എന്ന് പറയുന്ന വന്യമൃഗമാണ്. വന്യമൃഗത്തെ കൊന്നിട്ടല്ലാതെ പുലിയുടെ പല്ല് കിട്ടാനിടയില്ല. അതുകൊണ്ട് പുലിപ്പല്ല് എങ്ങനെ കിട്ടി? അതുകൊണ്ട് വന്യമൃഗ സംരക്ഷണത്തിൻ്റെ വകുപ്പ് പ്രകാരം, വന്യമൃഗ വേട്ടയുടെ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് ഈ തൃപ്പൂണിത്തുറ പോലീസ്, ഹിൽ പാലസ് പോലീസ് ഇദ്ദേഹത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നീട് അന്വേഷിക്കുന്നത്, കൊണ്ട് നടക്കുന്നു, കേസ് എടുക്കുന്നു എന്ന് മാത്രമല്ല വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ തോതിൽ ശ്രദ്ധ നേടുന്നു. അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേസെടുത്തു. വന്യമൃഗ വേട്ട പ്രധാനപ്പെട്ട വകുപ്പാണ്, അതിൽ കേസെടുത്തു. ആ കേസിലും പിന്നീട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ കേസിലും ജാമ്യം കൊടുത്തു എന്ന് 30-ാം തീയതി. അപ്പോൾ 28 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ വേടൻ നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ പിടിച്ചെടുത്തത്. ഇതാണ് കേസ്. ഇതിനിടയിൽ വന്ന 2ാമത്തെ സംഭവം, വേടനെ അറസ്റ്റ് ചെയ്തത് വാർത്തയായതോടുകൂടി നമ്മുടെ സമൂഹ മധ്യത്തിൽ അത് വലിയ ചർച്ചയായി.
നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷവും വലിയ ഇരമ്പവും ഉണ്ടാക്കി, വലിയ പ്രതിഷേധം ഉണ്ടാക്കി. നമ്മുടെ ബുദ്ധിജീവികളും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ വേടന് വേണ്ടി അണിനിരന്നു. അവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഈ ഒരു 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 പുലിപ്പല്ല് ഇത്ര വലിയ കേസാണോ? മോഹൻലാലിനെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് ആനക്കൊമ്പ് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് പുലിപ്പല്ല് വേടനെ വെച്ചുകൂടാന്നാണ് ഒരു ചോദ്യം. രണ്ട്, ഇത് ദളിതനാണ്, അവർണനാണ് എന്നൊക്കെയുള്ള വാദവും ആണ് വേടൻ എന്ന വാദവുമായി രംഗത്ത് വന്നു. അതുകൊണ്ട് ഈ കറുത്തവനും ദളിതനും വേണ്ടി ഇല്ലാത്ത കുറ്റങ്ങൾ 6 ഗ്രാം കഞ്ചാവ് വെച്ചത് കേസാണോ എന്ന് പോലും ആലോചിച്ച് നോക്കൂ. ആരുടെ പേരിലായാലും കഞ്ചാവ് ഒരു ഗ്രാം പോലും, 1 ഗ്രാമല്ല, അത് ഒരു പണത്തൂക്കം പോലും കേസാണ്, നിയമവിരുദ്ധമായ ഒന്നാണ്. നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമായ എന്തിൻ്റെ അളവല്ല പ്രധാനം, അത് നിയമവിരുദ്ധമാണ്. കഞ്ചാവ് വിൽക്കുന്നതും വാങ്ങുന്നതും കഴിക്കുന്നതും വളർത്തുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് 6 ഗ്രാം കഞ്ചാവല്ലേ എന്ന് ചോദിച്ച് അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ വൻകിടക്കാരെ വമ്പന്മാരെ തൊടാൻ ധൈര്യമില്ല, സവർണന്മാരെ തൊടാൻ ധൈര്യമില്ല, അങ്ങനെ ഒരു മാതിരി ഒരുപാട് ഇരവാദങ്ങൾ. കറുത്തവൻ ഇരവാദം, ദളിതൻ്റെ ഇരവാദം, ഈ തരത്തിൽ ഇല്ലാത്തവൻ്റെ ഇരവാദം, ചേരി നിവാസിയുടെ ഇരവാദം, അങ്ങനെ ഒരുപാട് ഇരവാദങ്ങളാണ് കേസിൽ ഉയർന്നു വന്നത്. മാത്രമല്ല, ഇവൻ ദളിതൻ്റെ സംഗീതം, ഇവൻ പാടുന്ന പാട്ടുകൾക്കൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇവിടുത്തെ വരേണ്യവർഗത്തിനെതിരാണ്, അടിസ്ഥാന വർഗത്തിൻ്റെ പാട്ടുകളാണ് എന്നൊക്കെ തുടങ്ങി. തീർച്ചയായിട്ടും അതൊക്കെ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. പക്ഷേ ഈ പ്രചാരണത്തിന് മുമ്പിൽ ആദ്യം ഭയപ്പെട്ടതും ആദ്യം നടുങ്ങിപ്പോയതും സർക്കാരാണ്. സർക്കാരിൻ്റെ ടോണ് മാറി. ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് നിയമപ്രകാരമാണ് എന്നൊക്കെ സർക്കാർ പറഞ്ഞു നോക്കി. മുഖ്യമന്ത്രി തൊട്ട് ഉള്ള എല്ലാ മന്ത്രിമാരും, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും രംഗത്ത് വന്നു. അറസ്റ്റ് ചെയ്തതിൽ എന്താണ് തെറ്റ്, കുറ്റവാളിയല്ലേ? പക്ഷേ മീഡിയ ചിത്രം മാറിയതോടുകൂടി മീഡിയയുടെ അട്രാക്ഷൻ മുഴുവൻ ഈ വേടനിൽ കേന്ദ്രീകരിച്ചതോടുകൂടി ഗവൺമെൻറ് മാറി. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചിത്രം പിന്നെ ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി രംഗത്ത് വന്നു. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ലാത്ത തിടുക്കം കാണിച്ചു, ആവശ്യമില്ലാത്ത ന്യൂസ് മാനിയ കാണിച്ചു. അവർക്ക് ആളുകളുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിൽ ആവളാവാൻ വേണ്ടി ഇവനെ വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ 2 കാരണങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം, വനവകുപ്പ് കണ്ടെത്തിയത് ഈ പുലിപ്പല്ല് എവിടുന്ന് കിട്ടി, പുലിപ്പല്ലാണോ എന്ന് പോലും തീരുമാനിക്കാൻ ഉള്ള ശാസ്ത്രീയമായ പരിശോധന നടന്നിട്ടില്ല. അതിനു മുമ്പ് പുലിപ്പല്ലാണ് തീരുമാനിച്ചു. പുലിപ്പല്ല് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു പുലിയുമായുള്ള ബന്ധമുണ്ടാക്കി. അതേതാണ്? ഈ വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശീയായ ജാഫ്നക്കാരിയാണ് എന്ന് അവൻ പറഞ്ഞു അത്രേ. അപ്പോൾ അമ്മ ശ്രീലങ്കൻ പുലികളുമായി ബന്ധമുള്ള ഒരാളാണ്. മാത്രമല്ല, ഇവന് ഈ മാല കൊടുത്തത്, പുലിപ്പല്ലുള്ള മാല കൊടുത്തത് ഒരു ആരാധകനാണ്. രഞ്ജിത്ത് കുമ്പിടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ആരാധകൻ എവിടെയുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഓൺലൈൻ വഴി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം അയച്ചു കൊടുത്തതാണ്. എവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ്റെ വേരുകളും അന്വേഷിച്ച് നോക്കുമ്പോൾ അതും ഏതോ ഒരു ശ്രീലങ്കൻ കണക്ഷനാണ്. ഇങ്ങനെ ഒരു ശ്രീലങ്കൻ പുലികളുമായി ഈ പുലിപ്പല്ലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ വളരെ ഭാവനാനിർഭരമായ സ്റ്റോറികൾ, കഥകൾ പടച്ചുണ്ടാക്കിയതാണ് കേരളത്തിലെ വനം വകുപ്പ് ചെയ്ത മറ്റൊരു കുറ്റം. ഇത് വേണ്ടാധീനമാണ്, ഇത് സത്യമായി ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന രീതിയിൽ വേടൻ്റെ പക്ഷം ചേർന്നു ഗവൺമെൻറ്, വേടൻ്റെ പക്ഷം ചേർന്നു നമ്മുടെ വനം വകുപ്പ്, ആഭ്യന്തര വകുപ്പ് എല്ലാം. അതിൻ്റെ ഒരു പ്രായശ്ചിത്തം കൂടിയാണ് വേണമെങ്കിൽ ഇന്ന് ഇടുക്കിയിൽ നടക്കുന്ന പരിപാടി എന്ന് പറയാം. വേടനോട് മാപ്പ് പറയുന്നതിന് തുല്യം കൂടിയാണ്. സർക്കാർ വേടന് മുമ്പിൽ കീഴടങ്ങുകയും ഈ കുറ്റവാളി എന്ന് മുദ്രകുത്തിയ ഒരാളെ നിരുപാധികം മാപ്പ് പറഞ്ഞ് സ്വന്തമാക്കുന്നതിൻ്റെയും കൂടി ഭാഗമാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയാം. സർക്കാർ അതിനുശേഷം നടന്നത്, സത്യത്തിൽ ഇനി ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ റാപ്പ് എന്ന് പറയുന്നത്, വേടൻ്റെ റാപ്പുകൾ ഇപ്പോൾ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന പേരിൽ ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റാപ്പ് കേൾക്കുമ്പോൾ പ്രാഥമികമായി ഒരു സംഗീതാസ്വാദകൻ ചോദിക്കാനിടയുള്ള ഒരു ചോദ്യം, അത് പാട്ടാണോ പറച്ചിലാണോ എന്നാണ്. അതിവേഗത്തിൽ വളരെ ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പൊള്ളുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിവേഗത്തിൽ പറയുന്ന ഒരു രീതിയാണ് റാപ്പിൽ പൊതുവെ കണ്ടുവരുന്നത്. ഇവൻ്റെ ഈ വേടൻ്റെ പാട്ടുകളും റാപ്പെന്ന് പറയുമ്പോഴും അത് പറച്ചിലായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതിന് നമ്മളൊരു താളം കേൾക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ വരികൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വരികളുടെ അർത്ഥം അറിയാനും വരികളുടെ രാഷ്ട്രീയം, വരികളുടെ സന്ദേശം ഒക്കെ തിരിച്ചറിയാനുമാണ്. അല്ലാതെ പാട്ട് ആസ്വദിച്ച് ഒരു താളത്തിൽ നെഞ്ചിലേറ്റാനല്ല ഈ വേടൻ്റെ പാട്ട് കേൾക്കുന്നത് നമുക്കറിയാം. ഗീവർഗീസ് കൂറിലോസ് അച്ഛൻ, ഒരുപാട് പേര് വേടന് വേണ്ടി രംഗത്ത് വന്ന കൂട്ടത്തിൽ കൂറിലോസ് അച്ഛൻ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, വേടൻ ആരാണെന്ന് അറിയാമോ? മലയാളത്തിൻ്റെ ബോബ് മാർലിയാണ്.
ബോബ് മാർലി ആരാണെന്നൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നു ബോബ് മാർലിയെ ഇദ്ദേഹത്തിന് വാഴ്ത്തണമെങ്കിൽ തീർച്ചയായിട്ടും വേടനോട് താരതമ്യപ്പെടുത്തരുതായിരുന്നു. കാരണം ബോബ് മാർലി ആരാണ് നമുക്കറിയാലോ. ജമൈക്കയിൽ ജനിച്ചിട്ട് അമേരിക്കയിൽ മരിച്ച ആളാണ്. 36 വയസ്സിനുള്ളിൽ ഒരുപാട് സംഭാവനകൾ ലോകത്തിന് നൽകിയ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം അടിമുടി രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം വർണ്ണവെറിക്കെതിരാണ്. അച്ഛനെങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. കത്തോലിക്ക സഭയെ പൊളിച്ചയാരാണ് അദ്ദേഹം. നിലവിലുള്ള എല്ലാത്തിനെയും, വർണ്ണവെറിയെ, വർണ്ണവിവേചനത്തെ മാത്രമല്ല അന്ന് നിലനിൽക്കുന്ന സാമ്പ്രദായിക മതസങ്കല്പങ്ങളെപ്പോലും പൊളിച്ചെഴുതിയവരാണ്. 36 വയസ്സുകൊണ്ട് പാട്ട് എഴുതുന്നു, പാട്ട് പാടുന്നു, ഗിറ്റാർ വായിക്കുന്നു, അങ്ങനെ ഒരു സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആറാടിയ ഒരാളാണ്. അതിശക്തനായ ഒരു യുവ ഗായകൻ, അല്ലെങ്കിൽ തുല്യതയില്ലാത്ത ഒരു ലോകത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, ക്യാൻസർ വന്നാണ് മരിച്ചത്. അങ്ങനെ ഒരാളെ ഈ ചെറുപ്പക്കാരനോട് വെച്ച് കെട്ടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ബോബ് മാർലിയെ കൊച്ചാക്കുന്നതിന് തുല്യമായി. സച്ചിദാനന്ദൻ ഉൾപ്പെടെ എല്ലാവരും അത് ഏറ്റെടുത്തിട്ട് ബോബ് മാർലി എന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. ഇന്നേരത്തെ ആലോചിക്കേണ്ട കാര്യം, അങ്ങനെയാണെങ്കിൽ ആലോചിക്കേണ്ടത് ബോബ് മാർലിക്ക് ഉണ്ടായിരുന്നത്, ബോബ് മാർലി ആയത്, അല്ലെങ്കിൽ ബോബ് മാർലി വാഴ്ത്തപ്പെട്ടത് കൃത്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ രാഷ്ട്രീയം കൊണ്ടാണ്.